സഖാക്കൾ വരുന്നേ ഓടിക്കൂ. പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽപ്പെട്ട ആൾക്കാർ രക്ഷപ്പെട്ടു. കാരണം അവിടെ വെള്ളപ്പൊക്കം നടന്നതുമൂലം സഖാക്കൾ, അതായത് CPM സഖാക്കൾ ഭവന സന്ദർശനത്തിലേക്ക് ഈ രണ്ട് ജില്ലകളിലേക്ക് വരുന്നില്ല. മറിച്ച് മറ്റ് ജില്ലകളിലെല്ലാം തന്നെ CPIMന്റെ സ്ക്വാഡുകൾ വീടുകളിലേക്ക് വരികയാണ്. എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്താണ് ഈ സ്ക്വാഡുകൾ ലക്ഷ്യമിടുന്നത്? രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒന്ന്, ഈ സർക്കാർ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാമാണ് സർക്കാരിൻ്റെ വീഴ്ചകൾ, സ്ത്രീ സുരക്ഷാ പദ്ധതി അടക്കമുള്ളവ നിർത്തലാക്കി, അതേപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ പലതും നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള VD സതീശൻ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് വീടുകളിൽ വന്ന് ഈ സഖാക്കൾ നമ്മളോട് വിശദീകരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി താഴേക്കിടയിലേക്ക് തന്നെ, അതായത് താഴേക്കിടയിലുള്ള ഘടകങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്നത് എല്ലാവരുടെയും സഖാക്കളുടെ വീട്ടിലേക്ക് മാത്രമല്ല, എല്ലാവരുടെയും വീട്ടിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി രാഷ്ട്രീയമായി തർക്കിക്കരുത്. ഉദാഹരണമായി, ഈ സ്ക്വാഡ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയുടെ, കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് കരുതുക. അവിടെ വന്നിട്ട് VD സതീശനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർ എതിർക്കില്ലേ? ആ കോൺഗ്രസ് പ്രവർത്തകൻ എതിർക്കില്ലേ? ആ കോൺഗ്രസ് അനുകൂലിയായിട്ടുള്ള ആൾ എതിർക്കില്ലേ? അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു തർക്കം രൂപപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നാണ് ഈ സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. സംസ്ഥാന തലത്തിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം അതാണ്. ബ്രാഞ്ച് കമ്മിറ്റി അടക്കം ഉള്ളവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ വീടുകളിൽ പോവുക, പോയതിനു ശേഷം സർക്കാരിൻ്റെ കുറ്റങ്ങൾ, സർക്കാരിൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ വീട്ടുകാരോട് വിശദീകരിക്കുക. അപ്പോൾ വീട്ടുകാർ പാർട്ടി അനുഭാവിയല്ല എങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി അംഗമല്ല എങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു തർക്കം വരുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? മൗനം പാലിക്കുക. മൗനം വിദ്വാന് ഭൂഷണം. അതുകൊണ്ട് വീട്ടുകാരാരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാലോ, സഖാക്കൾ പറയുന്ന കാര്യങ്ങൾക്ക് എതിരായി നിലപാടെടുത്താലോ മിണ്ടിപ്പോകരുത്, മിണ്ടാതിരുന്ന് കേട്ടോണം. വിമർശനങ്ങളൊക്കെ അങ്ങോട്ട് വിമർശനങ്ങൾ പറയുമ്പോൾ തിരികെ ഇങ്ങോട്ട് വിമർശനം ഉണ്ടായാൽ തർക്കിക്കാൻ പോകരുത്. എല്ലാം ക്ഷമയോടുകൂടി കേട്ടിരിക്കണം. കേട്ടിരുന്നതിന് ശേഷം മാത്രമേ പോകാവൂ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് സംസ്ഥാന കമ്മിറ്റി പറയുന്നുണ്ട്. എന്താണ്? ഫണ്ട് പിരിവ്. അങ്ങനെ ഈ രാഷ്ട്രീയമായി ബോധവൽക്കരിച്ചതിന് ശേഷം, ഈ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വീട്ടുകാരെ ബോധിപ്പിച്ചതിന് ശേഷം സഖാക്കൾ അവിടെ ഇങ്ങനെ താളം ചവിട്ടി നിൽക്കും, അവിടെ ഇങ്ങനെ ചവിട്ടി തെച്ച് നിൽക്കും. എന്തിനാണത്? പൈസയ്ക്കാണ്. പഴയ ഫണ്ട് പിരിവ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ബക്കറ്റ് പിരിവ്. അതുപോലെ ഫണ്ട് പിരിവാണ്. ഇതെല്ലാം താത്വിക അവലോകനം നടത്തിയതിന് ശേഷം അവിടെ ചുറ്റിക്കളിച്ച് നിൽക്കുന്നത് ഫണ്ട് പിരിവിനാണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് പൈസ ആ കീശയിലോട്ട് വെച്ച് കൊടുക്കുക, നേതാവിൻ്റെ കീശയിലേക്ക് വെച്ച് കൊടുക്കുക. അതാണ് ഈ സഖാക്കളുടെ ഗൃഹ സന്ദർശനത്തിലുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സർക്കാരിനെതിരെയുള്ള വിമർശനം. രണ്ട്, ചിക്കലി, അതായത് ഇത്തിരി പൈസ ഫണ്ടായിട്ട് മേടിക്കുക. ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് സഖാക്കൾ വരുന്നത്. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ജനാധിപത്യ സമൂഹമാണ്. അവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ നിലപാട് സമാധാനപരമായി വിശദീകരിക്കാനുള്ള ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശം തന്നെയുണ്ട്. പക്ഷേ വീട് കയറി വിശദീകരിക്കാമോ എന്ന് ചോദിക്കുന്നതിൽ അല്പം തെറ്റിദ്ധാരണയില്ലേ? അവിടെ ഇത്തിരി യുക്തിഭംഗമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. ഒരു വീട്ടിലേക്ക് കയറി വന്ന് ഇത്തരത്തിൽ രാഷ്ട്രീയം പറയുക എന്നുള്ളത് ഒരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷേ ധാർമ്മികമായി ശരിയായിരിക്കാം. എങ്കിൽ പോലും വീട്ടുകാരുടെ അനുവാദമില്ല എങ്കിൽ തിരിച്ചു പോകുന്നത് തന്നെയായിരിക്കും ഉചിതം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അവരുമായി തർക്കത്തിലേർപ്പെടരുത്. അവർ കയറണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കയറേണ്ടതില്ല. ബലം പ്രയോഗിച്ച് ചാടിക്കയറി വീട്ടിലോട്ട് കയറിയാൽ വകുപ്പ് വേറെയാണ്. ഭവനഭേദനത്തിലുള്ള കേസിന് ഈ പറയുന്ന നമ്മുടെ കക്ഷത്ത് കട്ടവച്ച സഖാക്കളൊക്കെ അകത്ത് കിടക്കുന്ന കാഴ്ചയായിരിക്കും പിന്നീട് കാണാനാവുക. ഇനിയാണ് മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഫണ്ട് പിരിവും ഈ ഒരു വിശദീകരണവും എന്ന് ചോദിച്ചാൽ, വരുന്നു എന്ത്? വിശാല സംസ്ഥാന കമ്മിറ്റി. എന്നു മുതൽ? സെപ്റ്റംബർ 13 മുതൽ 15-ാം തീയതി വരെ വിശാല സംസ്ഥാന കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന കമ്മിറ്റി കൂടുന്നതെന്ന് ചോദിച്ചാൽ, തോറ്റതിൻ്റെ കാരണം ഇതുവരെയായിട്ടും ചർച്ച ചെയ്ത് തീർന്നില്ല. അതായത് ബ്രാഞ്ച് തലത്തിൽ മുതൽ ചർച്ചയായിരുന്നു.
ബ്രാഞ്ചിലെ ചർച്ച കഴിഞ്ഞു, ഏരിയ കമ്മിറ്റിയിലെ ചർച്ച കഴിഞ്ഞു, ജില്ലാ സെക്രട്ടറിയേറ്റിലെ ചർച്ച കഴിഞ്ഞു, ജില്ലാ കമ്മിറ്റിയിലെ ചർച്ച കഴിഞ്ഞു, സംസ്ഥാന സെക്രട്ടറിയേറ്റിലെ ചർച്ച കഴിഞ്ഞു, സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച കഴിഞ്ഞു, കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ച കഴിഞ്ഞു, PBയിലെ ചർച്ച കഴിഞ്ഞു. ഇനി വരുന്നു ദാ വീണ്ടും ചർച്ച. ഇതിനിടയിൽ സഖാക്കളങ്ങും മടുത്തു. അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു തിരുത്തൽ രേഖ കേന്ദ്ര കമ്മിറ്റി അയച്ചു കൊടുത്തു. ഇത് നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടത്, എന്തെല്ലാമാണ് നമുക്ക് മുന്നോട്ട് പോകാനായി എന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി ഒരു തിരുത്തൽ രേഖ സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു. 2 ദിവസമാണ് ആ സംസ്ഥാന കമ്മിറ്റി ചേരേണ്ടിരുന്നത് എന്നോർക്കണം. പക്ഷേ സഖാക്കൾക്ക് അങ്ങ് മടുത്തെന്ന് വെച്ചാൽ ചർച്ച ചെയ്ത് മടുത്തു. അതുകൊണ്ട് 2 ദിവസം എന്നുള്ളത് മാറ്റി സഖാക്കൾ ഒരു ദിവസം കൂടിയിട്ട് എല്ലാം ശരിയാണ്, എല്ലാം ടിക്കറ്റ് കൊടുത്തു. എന്തൊക്കെയാണ് കേന്ദ്ര കമ്മിറ്റി തിരുത്തേണ്ടത് എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനയെ എതിർക്കാത്തത് കൊണ്ടാണ് പാർട്ടി തോറ്റത്, അതാണ് ഒരു തിരുത്ത്. അപ്പോൾ അവിടെ കൂടിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് ഓക്കെ ശരി, അത് ശരിയാണ്, അത് പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് പറ്റിയ ഒരു തെറ്റാണ്. ഇനി അടുത്തത് തിരുത്തേണ്ടത് എന്താണ്? ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ വീഴ്ച പറ്റി. അവിടെ വെള്ളാപ്പള്ളി നടേശൻ വന്നത്, പക്ഷേ അവിടെ ഒരു കാര്യം കേന്ദ്ര കമ്മിറ്റി മിണ്ടിട്ടില്ല. ആരുടെ കാറിലാണ് വന്നതെന്നുള്ള കാര്യം മിണ്ടിട്ടില്ല. പിണറായി വിജയന്റെ കാറിലാണെന്ന് പറഞ്ഞാൽ പിണറായി ചോദിക്കും എൻ്റെ പേര് എന്തിനാണ് പറഞ്ഞത് ചോദിച്ചാൽ അവിടെ കേന്ദ്ര കമ്മിറ്റി മുട്ടിടിക്കും. അതുകൊണ്ട് പിണറായിയുടെ കാര്യം പറയാതെ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നതും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചതും തെറ്റായ സന്ദേശം സഖാക്കൾക്ക് നൽകി. അതുകൊണ്ടാണ് പാർട്ടി തോൽക്കാനുള്ള രണ്ടാമത്തെ കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ നിർത്തിയത് സംസ്ഥാന വ്യാപകമായി തോൽവിക്ക് കാരണമായി. ഇത്തരം ത്വാത്വികമായ ചില നിലപാടുകൾ എടുത്തുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു. നിങ്ങൾ 2 ദിവസം ഇരുന്ന് ചർച്ച ചെയ്യുക. സംസ്ഥാന കമ്മിറ്റി എന്ത് ചെയ്തു? ഇത് എടുത്തിട്ട് ഓരോന്നും എടുത്തിട്ട് ഓക്കെ ശരി, PK ശ്യാമളയെ നിർത്തി തെറ്റാണ്, ശരി ഓക്കെ, അവിടെ ഒരു ടിക്ക് കൊടുത്തു. ഇതിനെല്ലാം ടിക്ക് ചെയ്തിട്ട് തിരിച്ച് കേന്ദ്ര കമ്മിറ്റിയൊക്കെ അയച്ചു കൊടുത്തു. ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ കാര്യങ്ങളൊന്നും കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞിരുന്നില്ലേ? CPMന്റെ സംഘടനാ സംവിധാനം അനുസരിച്ചാണെങ്കിൽ താഴേക്കിടയിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയോടത്ത് നിർത്തുന്നത്. അത് കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞിരിക്കണം. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം വേണം. അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ PK ശ്യാമളയുടെ കാര്യം. പിന്നീടാണ് അത് വീണ്ടും തിരുത്താനായിട്ട് ഇങ്ങോട്ട് അയച്ചത്. അന്ന് എന്ത് ചെയ്യുമായിരുന്നു ഈ കേന്ദ്ര കമ്മിറ്റി എന്നുള്ളതാണ് പ്രശ്നം. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല, ഈ ചർച്ച ഇനിയും നീളാൻ പോകുന്നു. വിശാല സംസ്ഥാന കമ്മിറ്റി സഖാക്കൾക്ക് മടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, ഈ കേന്ദ്ര കമ്മിറ്റിയുടെ തിരുത്തൽ രേഖ 1-2 മണിക്കൂർ കൊണ്ട് സഖാക്കൾ തീർത്തു. 2 ദിവസത്തെ പരിപാടി 1 മണിക്കൂർ കൊണ്ട് തീർത്തയച്ചു. ഇനിയാണ് വിശാല സംസ്ഥാന കമ്മിറ്റി ചേരാൻ പോകുന്നത്. സെപ്റ്റംബർ 13 മുതൽ 15 വരെ ഇനി ഇരുന്ന് പഠിക്കുകയാണ്. തോൽവിക്ക് കാരണം സഖാക്കളെ, ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ള ഒറ്റ വരി പറഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള പഴയ ശ്രീനിവാസൻ ഡയലോഗ് കടമെടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഉള്ളൂ. ഇങ്ങനെ എന്തിനാണ് വെറുതെ സഖാക്കളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഈ 13 മുതൽ 15 വരെ വിശാല സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ട് അവിടെ ഇരുന്ന് വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ഇതൊക്കെ പോയി കഴിഞ്ഞു. സതീശൻ ഹെലികോപ്റ്ററിൽ പറന്നു നടക്കുകയാണ് മുഖ്യമന്ത്രിയായിട്ട്. അപ്പോഴാണ് ഇവിടെ തോൽവിയുടെ കാരണം വീണ്ടും വിശാല സംസ്ഥാന കമ്മിറ്റി എന്തിനാണ് ഇതൊക്കെ? അതിനു വേണ്ടിയിട്ടാണ് വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായിട്ടാണ് സഖാക്കൾ സ്ക്വാഡുകളായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തന ഫണ്ട് എന്ന നിലയിലാണ് നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് സഖാക്കളല്ലേ, കാര്യം ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തങ്ങ് വിട്ടേക്കുക, പ്രശ്നം തീർന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.